ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പുതിയ വിജ്ഞാപനം ഉടൻ വരികയാണ്. ക്ലർക്ക് ഉൾപ്പെടെ 45ഓളം തസ്തികകളിലേക്കാണ് നിലവിൽ വിജ്ഞാപനം ഒരുങ്ങുന്നത്. ഏകദേശം 200-ൽ പരം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ നിയമന നില നമ്മൾ നോക്കുകയാണെങ്കിൽ 135 പേരുടെ മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആളുകളെയും 1.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു ലിസ്റ്റാണ് LD ക്ലർക്കിൻ്റെ. അതുകൊണ്ട് തന്നെ ഇത്തവണയും അതിൽ കൂടുതൽ നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണോ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ LD ക്ലർക്കിന് വേണ്ടി ജൂലൈ 13-ാം തീയതിയിലെ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചത്, അത് തന്നെ ഒന്നുകൂടി റിവിഷൻ ചെയ്താൽ ഉറപ്പായും 10 മടങ്ങ് വേക്കൻസിയുള്ള ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉറപ്പായും ഇടം പിടിക്കാനായിട്ട് പറ്റും. അതിനായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ വൺ ക്ലിപ്പ് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പക്കാ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളും ബാക്കി ഡീറ്റെയിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുകയും ചെയ്യാം. അതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന PDF നോട്ടുകളും നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു വാർത്തയിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തിരുവിതാംകൂർ, ഗുരുവായൂർ, കൊച്ചി, കൂടൽമാണിക്യം, മലബാർ ദേവസ്വം ബോർഡുകളിലെ 45 തസ്തികകളിലേക്കുള്ള പുതിയ വിജ്ഞാപനം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ തയ്യാറായി. ഈ മാസം തന്നെ അത് പ്രസിദ്ധീകരിക്കും. LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, എക്സിക്യൂട്ടീവ് ഓഫീസർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഓവർസിയർ, ശാന്തി, തളി, കഴകം തുടങ്ങിയ തസ്തികകളിലേക്കാണ് വിജ്ഞാപനം തയ്യാറായത്. 200-ലേറെ ഒഴിവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. NCA വിജ്ഞാപനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ 38 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് കഴിഞ്ഞ മാർച്ചിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ അകത്ത് നിലവിൽ LD ക്ലർക്കിനായിട്ട് 1,00,000-ലേറെ അപേക്ഷകളും അതേപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് ഏകദേശം 1,00,000-ഓളം അപേക്ഷകളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇവയുടെ പരീക്ഷ നടത്താനുള്ള തയ്യാറെടുപ്പും നിലവിലെ ദേവസ്വം ബോർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇപ്രാവശ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്കിൽ 124 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10 മടങ്ങ് ഉറപ്പായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ ഒഴിവുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ LD ക്ലർക്കിൻ്റെ 124 ഒഴിവ് നിലവിലുണ്ട്. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തതിനാലാണ് ഒഴിവുകൾ പൂർണ്ണമായി നികത്താനായില്ല. 1.5 വർഷമായപ്പോഴേക്കും മക്കളെ 1.5 വർഷം കൊണ്ട് റാങ്ക് പട്ടിക റദ്ദായി. 135 പേർക്ക് അതിൽ നിയമന ശുപാർശ അയക്കുകയും ചെയ്തു. അതായത് മുഖ്യ പട്ടികയിലെ എല്ലാവർക്കും നിയമന ശുപാർശ ലഭിച്ചു. EWS സപ്ലി 1, ഈഴവ സപ്ലി 1, അതേപോലെ തന്നെ SC ST സപ്ലി 11, ST 3, OBC 2, ധീവര സപ്ലി 1, വിശ്വകർമ്മ, ഹിന്ദു, നടാർ, OC വരെ എന്നിങ്ങനെയാണ് മറ്റ് സംവരണ വിഭാഗങ്ങളും നിയമന നില. 2023 മെയ് 3-നാണ് റാങ്ക് പട്ടിക നിലവിൽ വന്നത്. 2024 ഡിസംബർ 30-ഓടെ റാങ്ക് പട്ടിക റദ്ദാവുകയും ചെയ്തു. ഓക്കെ, അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇന്ന് നിലവിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും അടിപൊളി പോസ്റ്റായിട്ടുള്ള LD ക്ലർക്കിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നുകൂടി ഊന്നൽ കൊടുക്കുക. അതേപോലെ തന്നെ LD നിലവാരത്തിലുള്ള കമ്പ്യൂട്ടർ വിജ്ഞാനം അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. അതിൻ്റെ ക്ലാസ്സും വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മുടെ LDC ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സുകളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഇനി ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തോ. അപ്പോൾ നമ്മളിടുന്ന നോട്ടെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളൂ. എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിലും അതേപോലെ തന്നെ സിലബസിൻ്റെ ഡീറ്റെയിലും അതേപോലെ തന്നെ നിലവിൽ ഏതൊക്കെ ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും ഇതിൻ്റെ വിജ്ഞാപനം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ടെലഗ്രാമിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഉറപ്പായും ഇതിൻ്റെ അകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. ഇന്ന് തന്നെ പഠനം ഒന്നുകൂടി ഊർജിതമാക്കിക്കോ. ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് നിങ്ങൾക്ക് അടുത്തൊരവസരം കൂടി കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് തരികയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.